സ്വർഗം തുറന്നിതാ, സ്വർഗം തുറന്നിതാ, ജീവന്റെ യാഗം തുടങ്ങാൻ. ഇടയനും അജഗണവും നമ്മളൊരുമയോടെ ബലി അർപ്പിച്ചിടാം. പാടുവിൻ പാടുവിൻ ജയഗീതികൾ ജയഗീതികൾ, വിണ്ണിൻ മഹത്വരാജരാജനായി. പാടുവിൻ പാടുവിൻ സങ്കീർത്തനം സങ്കീർത്തനം, മണ്ണിന്റെ രക്ഷകനാഥനാ. ഞാനുമെൻ താതനുമെന്ന പോൽ നിങ്ങളും ഒന്നായി ജീവിക്കുവിൻ. യേശുവിൻ കൽപ്പന ഓർത്തിടാം, യേശുവിൻ നാമം വാഴ്ത്തിടാം. ബലി കഴിഞ്ഞാലുമീ ബന്ധവും സ്നേഹവും ഓരോ നിമിഷവും കാത്തിടാം. സ്വർഗം തുറന്നിതാ, സ്വർഗം തുറന്നിതാ, ജീവന്റെ യാഗം തുടങ്ങാൻ. ഇടയനും അജഗണവും നമ്മളൊരുമയോടെ ബലി അർപ്പിച്ചിടാം. എന്നുമെന്നും എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങൾ ഒന്നു ചേർന്നർപ്പിക്കുവിൻ. യേശുവിൻ കൽപ്പന ഓർത്തിടാം, യേശുവിൻ നാമം വാഴ്ത്തിടാം. അൾത്താര് തന്നിൽ യാഗമായി തീർന്നിടാൻ, യേശുവോടൊപ്പം ചേർന്നിടാം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടും കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവജനമേ, പരിമിതമായ ഈ ലോകം വിട്ടുകൊണ്ട് തന്നെ ആത്മാർത്ഥമായി സ്നേഹിച്ചിരുന്ന ശിഷ്യന്മാരിൽ നിന്ന് വിടവാങ്ങിക്കൊണ്ട് സ്വർഗരാജ്യത്തിലേക്ക് നമ്മുടെ ഈശോ കടന്നുപോയതിൻ്റെ ഓർമ്മ നമ്മളിന്ന് ആചരിക്കുകയാണ്. അവൻ നമ്മളോട് പറയുന്നു, ഞാൻ നിങ്ങൾക്ക് മുമ്പേ പോകും, ഞാൻ പോയി നിങ്ങൾക്ക് വാസസ്ഥലം ഒരുക്കി കഴിയുമ്പോൾ നിങ്ങളെയും ഞാൻ കൊണ്ടുപോകും. സ്വർഗവിധാനങ്ങളിലേക്ക് ഇനി മിഴിയുയർത്തി പ്രാർത്ഥിച്ചാൽ ഈശോയെ നിനക്ക് ദർശിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ ഈ ലോകത്തിൽ നിന്ന് വിടവാങ്ങുകയാണ്. അവൻ വിടവാങ്ങുന്നത് എന്നേക്കുമല്ല, ഞാനിനിയും തിരിച്ചു വരും എന്ന ഓർമ്മപ്പെടുത്തൽ നൽകിക്കൊണ്ടാണ്. കർത്താവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അവിടുന്ന് നമ്മളിൽ നിന്ന് കടന്നു പോയതിൻ്റെ ഓർമ്മ ധന്യതയോടെ സ്മരിക്കുമ്പോൾ അവിടുന്ന് കടന്നു പോകുന്നതിന് മുമ്പായിട്ട് ശിഷ്യന്മാർക്ക് കൊടുത്ത 2 വാഗ്ദാനങ്ങളുണ്ട്. ഒന്ന്, അവൻ പറയുന്നു, ഞാൻ യുഗാന്ത്യം വരെ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. ഭൗതികമായ ഒരു പക്ഷേ നിങ്ങൾ എൻ്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ല. ഭൗതികമായ ഒരു പക്ഷെ നിങ്ങൾക്ക് എന്നെ കാണുവാൻ സാധിക്കില്ലായിരിക്കും. പക്ഷേ നിങ്ങളുടെ ഓരോ ചുവടിലും നിങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളിലും എൻ്റെ നിറസാന്നിധ്യം ഉണ്ടാകും. നിങ്ങളെ ഞാൻ ഒരിക്കലും അനാഥരായി വിടുകയില്ല. ഞാൻ എപ്പോഴും നിങ്ങളോട് കൂടെ ഉണ്ടാകും. നിങ്ങൾ സ്വർഗത്തിൽ വീട് പണിയുന്നത് വരെ, നിങ്ങൾ സ്വർഗത്തിൽ എൻ്റെ വാസസ്ഥലത്ത് എത്തും വരെ ഞാൻ നിങ്ങളോട് കൂടെ ഒപ്പം സഞ്ചരിക്കുമെന്നാണ് അവിടെ നൽകുന്ന വാഗ്ദാനം. ഒപ്പമായിക്കൊണ്ട് അവൻ നമ്മളിൽ
വിടവാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ കൂടെ സഞ്ചരിക്കുന്നുണ്ട് എന്നോർക്കുക. സ്വർഗാരോഹണ തിരുനാൾ നൽകുന്ന ഏറ്റവും വലിയ പ്രത്യാശയും ഇതുതന്നെയാണ്. അവൻ നമ്മോട് കൂടെ സഞ്ചരിക്കുന്നുണ്ട്. ഇനി മുതൽ അവൻ്റെ ഭൗതികമായ സാന്നിധ്യമില്ലെങ്കിലും നമ്മളാണ് അവൻ്റെ കൈയും കാലുകളും, നമ്മളാണ് അവൻ്റെ ചിന്തകളെ ലോകത്തിൻ്റെ മുമ്പിൽ പ്രകാശിപ്പിക്കേണ്ടത്. രണ്ടാമത് അവിടുന്ന് ശിഷ്യന്മാർക്ക് കൊടുക്കുന്നത് ഒരു നിയോഗമാണ്. നിങ്ങൾ ലോകം മുഴുവൻ പോയി സുവിശേഷം പ്രഘോഷിക്കും. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ, എൻ്റെ സ്നേഹം കൊണ്ട് ലോകത്തെ നിറയ്ക്കുവിൻ. ക്രിസ്തുവിൻ്റെ സ്നേഹം ലോകം മുഴുവൻ നിറയ്ക്കുവാനായിട്ട് അവിടുന്ന് ശിഷ്യന്മാരോട് കൽപ്പിച്ചതിന് ശേഷമാണ് ഭൂമി വിട്ടു പോവുക. ടാഗോറിൻ്റെ മനോഹരമായ ഒരു ചിന്തയുണ്ട്. സൂര്യൻ കിഴക്ക് പടിഞ്ഞാറ് ചക്രവാളത്തിൽ അസ്തമിക്കുമ്പോൾ സൂര്യന് സങ്കടമാവുകയാണ്. ഈ 12 മണിക്കൂർ ഈ ഭൂഗോളത്തിന് ഞാൻ പ്രകാശം നൽകി. ഞാൻ വിടവാങ്ങുമ്പോൾ ആര് ഇനി ഭൂമിക്ക് പ്രകാശം നൽകും? ചന്ദ്രനോട് ചോദിച്ചു. ചന്ദ്രൻ പറഞ്ഞു, എനിക്ക് സ്വയമേ പ്രകാശിക്കുവാൻ സാധിക്കില്ല, പക്ഷേ രാവിലെ മുഴുവൻ നിന്നിൽ നിന്ന് സ്വീകരിച്ച പ്രകാശ രശ്മികൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാത്രിയിൽ ഞാൻ വേണമെങ്കിൽ പ്രകാശിക്കാം. എനിക്ക് സ്വയമേ പ്രകാശിക്കുവാൻ സാധിക്കില്ല, പക്ഷെ നിന്നിൽ നിന്ന് സ്വീകരിച്ച പ്രകാശത്തിന്റെ കിരണങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഈ രാത്രി മുഴുവൻ ഞാൻ ഭൂമിക്ക് പ്രകാശം നൽകാം. നമ്മൾ ഒരുപക്ഷെ സ്വയം പ്രകാശിക്കുവാൻ കഴിയുന്നവരല്ല. ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളപ്പോൾ നമ്മൾ പോകുന്നിടത്തെല്ലാം പ്രകാശമുള്ളവരായി മാറും. വെളിച്ചമുള്ളിടത്തോളം എന്നല്ല, പോകുന്നിടത്തൊക്കെ വെളിച്ചമാകുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നാം എന്ന് സ്വർഗാരോഹണ തിരുനാൾ നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ്. ഏറ്റവും ധന്യതയോടെ ഈ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ നമുക്ക് പ്രാർത്ഥിക്കാം, കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്നുള്ള അവിടുത്തെ വാഗ്ദാനം, നമ്മളോട് കൂടെ നിന്നുകൊണ്ട്, നമ്മുടെ ഒപ്പം നിന്നുകൊണ്ട് നമ്മളെ ജീവിതത്തിലേക്ക്, നമ്മുടെ ജീവിത പ്രതിസന്ധികളിൽ ഒപ്പം നിൽക്കുന്ന ഈശോയെ നമുക്ക് കണ്ടെത്താം. രണ്ടാമത്, ക്രിസ്തുവിൻ്റെ സ്നേഹം നിറയ്ക്കുവാനായിട്ട് എനിക്ക് കഴിയുന്നുണ്ടോ? ഞാനായിരിക്കുന്ന ഇടത്ത്, എൻ്റെ കുടുംബങ്ങളിൽ, എൻ്റെ സമൂഹത്ത്, ഈ ലോകത്തിന് മുഴുവൻ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാൻ അവിടുന്ന് നമുക്ക് നൽകിയ ആ നിയോഗം പേറിക്കൊണ്ട്, അവിടെ നൽകിയ വലിയ ഉത്തരവാദിത്വം പേറിക്കൊണ്ട് ലോകത്തെ പ്രകാശിപ്പിക്കുവാനായിട്ട് എനിക്ക് കഴിയുന്നുണ്ടോ എന്ന് ചിന്തിക്കാം. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈ ബലിപീഠത്തോട് ചേർത്ത് വെച്ചുകൊണ്ട് ഏറ്റവും വിശുദ്ധിയോടെ, ഒരുക്കത്തോടെ, അനുതാപം നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ പരമയാഗത്തിനായി നമുക്കൊരുങ്ങാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യ കന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ.
പിതാവായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലുന്നിവ താഴ്മയായി. ദൈവമേ കർത്താവ് അങ്ങയെ വാഴ്ത്തുന്നു സ്വലോക രാജനേ. സർവൈക ശക്തനാം ദൈവമേ, താതനാം അങ്ങയെ വാഴ്ത്തുന്നു, ഏകാത്മജാദേവ സൂനുവേ, കർത്താവാം ശ്രീയേശു ക്രിസ്തുവേ. ദൈവമേ കർത്താവാം അങ്ങയെ വാഴ്ത്തുന്നു, ദൈവത്തിൻ കുഞ്ഞാടേ, താതനാം ദൈവത്തിൻ സൂനുവേ, അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപ നിഹന്താവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപ നിഹന്താവേ, ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിന്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിരുന്നിടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ, കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവു തൻ നിത്യമഹിമാവിൻ തേജസ്സിൽ, പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവ യേശുവേ, അങ്ങു മാത്രം പരിപാവനൻ, അങ്ങു താനേകനാം നാഥനും, അങ്ങു മാത്രം പരമോന്നതൻ, ത്രിത്വൈക ദൈവ മഹത്വത്തിൽ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവമേ, ദിവ്യമായ ആനന്ദത്താൽ ആർത്തുല്ലസിക്കുവാനും കൃപകളുടെ ഭക്താനുഷ്ഠാനത്താൽ സന്തോഷിക്കുവാനും ഞങ്ങൾക്കങ്ങ് ഇടയാക്കണമേ. എന്തെന്നാൽ അങ്ങേ പുത്രനായ ക്രിസ്തുവിന്റെ ആരോഹണം
ഞങ്ങളുടെ സന്തോഷമാകുന്നു. ശിരസിന്റെ മഹത്വം എത്തിയെടുത്ത് ശരീരത്തിന്റെ പ്രത്യാശയും നിറവേറുമാറാകട്ടെ. എന്നും ജീവിച്ചു വാഴുന്നങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരുളേണമേ. ആമേൻ. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന്. അല്ലയോ തെയോഫിലോസ്, യേശു താൻ തിരഞ്ഞെടുത്ത അപ്പസ്തോലന്മാർക്ക് പരിശുദ്ധാത്മാവ് വഴി കൽപ്പന നൽകിയതിനു ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ദിവസം വരെ പ്രവർത്തിക്കുകയും പഠിപ്പിക്കുകയും ചെയ്ത എല്ലാ കാര്യങ്ങളെയും കുറിച്ച് ആദ്യ ഗ്രന്ഥത്തിൽ ഞാൻ എഴുതിയിട്ടുണ്ടല്ലോ. പീഡാനുഭവത്തിന് ശേഷം 40 ദിവസത്തേക്ക് യേശു അവരുടെ ഇടയിൽ പ്രത്യക്ഷനായി ദൈവരാജ്യത്തെക്കുറിച്ച് പഠിപ്പിച്ചു. അങ്ങനെ അവൻ അവർക്ക് വേണ്ടത്ര തെളിവുകൾ നൽകിക്കൊണ്ട് ജീവിക്കുന്നവനായി പ്രത്യക്ഷപ്പെട്ടു. അവൻ അവരോടൊപ്പം ഭക്ഷണത്തിലിരിക്കുമ്പോൾ കൽപ്പിച്ചു, നിങ്ങൾ ജെറുസലേം വിട്ടുപോകരുത്. എന്നിൽ നിന്ന് നിങ്ങൾ കേട്ട പിതാവിന്റെ വാഗ്ദാനം കാത്തിരിക്കുവിൻ. എന്തെന്നാൽ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം നൽകി, നിങ്ങളാകട്ടെ ഏറെ താമസിയാതെ പരിശുദ്ധാത്മാവിനാൽ സ്നാനം ഏൽക്കും. ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ അവർ അവനോട് ചോദിച്ചു, കർത്താവേ, അവിടുന്ന് ഇസ്രായേലിന് രാജ്യം പുനഃസ്ഥാപിച്ചു നൽകുന്നത് ഇപ്പോഴാണോ? അവൻ പറഞ്ഞു, പിതാവ് സ്വന്തം അധികാരത്താൽ നിശ്ചയിച്ചുറപ്പിച്ചിട്ടുള്ള സമയമോ കാലമോ നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. ജെറുസലേമിലും യൂദയ മുഴുവനിലും സമരിയായിലും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളായിരിക്കുകയും ചെയ്യും. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്നു മറച്ചു. അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പേർ അവരുടെ മുൻപിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു, അല്ലയോ ഗലീലിയരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നതെന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ജനതകളെ കരഘോഷം മുഴക്കുവിൻ, ദൈവത്തിന്റെ മുൻപിൽ ആഹ്ലാദാരവം മുഴക്കുവിൻ. അത്യുന്നതനായ കർത്താവ് ഭീതിതനാണ്, അവിടുന്ന് ഭൂമി മുഴുവന്റെയും രാജാവാണ്. ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം
ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ദൈവത്തെ പാടിപ്പുകഴ്ത്തുവിൻ, സ്തോത്രങ്ങൾ ആലപിക്കുവിൻ. നമ്മുടെ രാജാവിന് സ്തുതികൾ ഉയർക്കുവിൻ. ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ദൈവം ഭൂമി മുഴുവന്റെയും രാജാവാണ്. സങ്കീർത്തനം കൊണ്ട് അവിടുത്തെ സ്തുതിക്കുവിൻ. ദൈവം ജനതകളുടെ മേൽ വാഴുന്നു. അവിടുന്ന് തന്റെ പരിശുദ്ധ സിംഹാസനത്തിൽ ഇരിക്കുന്നു. ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. ജയഘോഷത്തോടും കാഹളനാദത്തോടും കൂടെ ദൈവമായ കർത്താവ് ആരോഹണം ചെയ്തു. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസോസുകാർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ ദൈവവും മഹത്വത്തിന്റെ പിതാവുമായവൻ ജ്ഞാനസ്നാനത്തിന്റെയും വെളിപാടിന്റെയും ജ്ഞാനത്തിന്റെയും വെളിപാടിന്റെയും ആത്മാവിനെ നിങ്ങൾക്ക് പ്രദാനം ചെയ്തുകൊണ്ട് തന്നെ കുറിച്ചുള്ള പൂർണ്ണമായ അറിവിലേക്ക് നിങ്ങളെ നയിക്കട്ടെ. ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നിങ്ങളെ വിളിച്ചിരിക്കുന്നതെന്ന് അറിയാനും വിശുദ്ധർക്ക് അവകാശമായി അവിടുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുന്ന മഹത്വത്തിന്റെ സമൃദ്ധി മനസ്സിലാക്കാനും നിങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ അവിടുന്ന് പ്രകാശിപ്പിക്കട്ടെ. അതുവഴി അവന്റെ പ്രഭാവപൂർണമായ പ്രവർത്തനത്തിനനുസൃതമായി വിശ്വാസികളായ നമ്മിലേക്ക് പ്രവഹിക്കുന്ന അവന്റെ അപരിമേയമായ ശക്തിയുടെ മഹനീയത എത്രമാത്രമെന്ന് വ്യക്തമാകട്ടെ. ക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുകയും സ്വർഗത്തിൽ അവിടുത്തെ വലത്തുവശത്തിരുത്തുകയും ചെയ്തപ്പോൾ അവനിൽ പ്രവർത്തിച്ചത് ഈ ശക്തിയാണ്. അങ്ങനെ ഈ യുഗത്തിലും വരാനിരിക്കുന്ന യുഗത്തിലും എല്ലാ ആധിപത്യങ്ങൾക്കും അധികാരങ്ങൾക്കും ശക്തികൾക്കും പ്രഭുത്വങ്ങൾക്കും അറിയപ്പെടുന്ന എല്ലാ നാമങ്ങൾക്കുമുപരി അവനെ ഉപവിഷ്ടനാക്കി. അവിടുന്ന് എല്ലാ വസ്തുക്കളെയും അവന്റെ പാദങ്ങൾക്ക് കീഴിലാക്കുകയും എല്ലാത്തിനും മുകളിൽ അവനെ സഭയ്ക്ക് തലവനായി നിയമിക്കുകയും ചെയ്തു. സഭ അവന്റെ ശരീരമാണ്. എല്ലാ വസ്തുക്കളിലും സകലവും പൂർത്തിയാക്കുന്ന അവന്റെ പൂർണ്ണതയുമാണ്. കർത്താവിന്റെ വചനം. ദൈവത്തിന് നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് അരുളി ചെയ്യുന്നു: നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. യുഗാന്ത്യം വരെ എന്നും ഞാൻ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം.
അക്കാലത്ത് യേശു നിർദ്ദേശിച്ചതുപോലെ 11 ശിഷ്യന്മാരും ഗലീലേ മലയിലേക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ അവനെ ആരാധിച്ചു. എന്നാൽ ചിലർ സംശയിച്ചു. യേശു അവരെ സമീപിച്ച് അരുളി ചെയ്തു, സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പോയി എല്ലാ ജനതകളെയും ശിഷ്യപ്പെടുത്തുവിൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അവർക്ക് ജ്ഞാനസ്നാനം നൽകുവിൻ. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചവയെല്ലാം അനുസരിക്കുവാൻ അവരെ പഠിപ്പിക്കുവിൻ. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. കർത്താവിന്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഏകദൈവത്തിലുള്ള വിശ്വാസം ഏറ്റുപറയാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യവുമായ എല്ലാറ്റിന്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏക ദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുൻപ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യയിലേഖനമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ടു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്നു. പോന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ടു. വിശുദ്ധ ലിഖിതങ്ങൾ അനുസരിച്ച് 3-ാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിന്റെ വലത്തുഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനം ഉണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടുമൊപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും അപ്പസ്തോലികവുമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരരെ, ഈ പെസഹ സന്തോഷത്തിൽ കൂടുതൽ തീഷ്ണതയോടെ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. തന്റെ പ്രിയപുത്രന്റെ പ്രാർത്ഥനകളും യാചനകളും ശ്രവിച്ച് അവിടുന്ന് നമ്മുടെ താഴ്മയെയും കാരുണ്യപൂർവം കടാക്ഷിക്കുമാറാകട്ടെ. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും എന്നരുൾ ചെയ്ത് സ്വർഗാരോഹണം ചെയ്ത യേശുനാഥ, സഭാവിശ്വാസങ്ങൾ പഠിപ്പിക്കുവാനും ജീവിത വിശുദ്ധിയിലേക്ക് സഭാമക്കളെ നയിക്കുവാനും വേണ്ട കൃപാവരം പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായിക്കും വർഗീസ് ചക്കാരക്കൽ പിതാവിനും മറ്റെല്ലാ മെത്രാന്മാർക്കും നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സദയം സ്വീകരിച്ചാലും പ്രഭോ പ്രഭോ, പ്രാർത്ഥന സദയം സ്വീകരിച്ചാലും. സ്നേഹദാത, എല്ലാ രാഷ്ട്ര നേതാക്കളെയും രാഷ്ട്രത്തെയും അനുഗ്രഹിക്കണമേ. സത്യത്തിൻ്റെയും നീതിയുടെയും പാതയിലൂടെ രാജ്യത്തെ പുരോഗതിയിലേക്കും സമൃദ്ധിയിലേക്കും എല്ലാ ജനങ്ങളെയും സമാധാനത്തിലും സന്തോഷത്തിലും ജീവിക്കുവാനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുവാൻ വേണ്ട സന്മനസ്സും ശക്തിയും അവർക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സദയം
സ്വീകരിച്ചാലും പ്രഭോ പ്രഭോ പ്രാർത്ഥന സദയം സ്വീകരിച്ചാലും. കാരുണ്യവാനായ ദൈവമേ, പല വിധത്തിലുള്ള രോഗങ്ങളാലും അവഗണനയാലും കുടുംബ പ്രശ്നങ്ങളാലും കൊറോണ എന്ന പകർച്ചവ്യാധികളാലും കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ സംരക്ഷിക്കണമെന്നും ആത്മധൈര്യവും സമാധാനവും നൽകി ശക്തിപ്പെടുത്തണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സദയം സ്വീകരിച്ചാലും പ്രഭോ പ്രഭോ പ്രാർത്ഥന സദയം സ്വീകരിച്ചാലും. നിങ്ങൾ പോയി ലോകമെങ്ങും സർവ്വസൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന ആഹ്വാനം സ്വീകരിച്ചുകൊണ്ട് മിഷൻ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന എല്ലാവരും തങ്ങളുടെ ജീവിതത്തിലൂടെയും പ്രവർത്തനങ്ങളിലൂടെയും അങ്ങേക്ക് സാക്ഷ്യം വഹിക്കുവാൻ ആവശ്യമായ കൃപാവരം അവർക്ക് നൽകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സദയം സ്വീകരിച്ചാലും പ്രഭോ പ്രഭോ പ്രാർത്ഥന സദയം സ്വീകരിച്ചാലും. സ്നേഹപിതാവേ, അങ്ങേ തിരുസുതനോടൊപ്പം ഈ ദിവ്യയാഗം അർപ്പിക്കുന്ന ഞങ്ങൾ ഓരോരുത്തരെയും വചന സന്തോഷത്തിലൂടെയും ബലിയർപ്പണത്തിലൂടെയും ഞങ്ങളെ ധന്യരാകുന്ന ബഹുമാനപ്പെട്ട അനിലച്ചനെയും ധാരാളമായി അനുഗ്രഹിക്കണമേ. ഞങ്ങളെല്ലാവരും ദൈവസ്നേഹത്തിലും ക്രൈസ്തവ വിശ്വാസത്തിനധിഷ്ഠിതമായ ജീവിതം നയിക്കാനും ഇടയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന സദയം സ്വീകരിച്ചാലും പ്രഭോ പ്രഭോ പ്രാർത്ഥന സദയം സ്വീകരിച്ചാലും. ഒരു നിമിഷം നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങൾ, നമ്മുടെ കുടുംബത്തിൻ്റെതായ എല്ലാ ആവശ്യങ്ങളും, പ്രത്യേകമായിട്ട് ഈ ലോകം മുഴുവനു വേണ്ടി കൊറോണ എന്ന മഹാമാരി ഈ ലോകത്തിൽ നിന്ന് തൂത്തെറിയുവാനും എല്ലാവരും ആരോഗ്യപരമായ ജീവിതത്തിലേക്ക് മടങ്ങി വരുവാനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഈ കാലയളവിലെ മനുഷ്യരുടെ ജീവിതം നിരവധി ആവശ്യങ്ങളുടെ സമ്മർദ്ദത്തിന് വിധേയമാണെന്ന് അങ്ങ് അറിയുന്നുവല്ലോ. അങ്ങേ വിളിച്ചപേക്ഷിക്കുന്നവരുടെ അഭിലാഷങ്ങൾ ശ്രവിക്കുകയും അങ്ങിൽ വിശ്വസിക്കുന്നവരുടെ പ്രാർത്ഥനകൾ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുള്ളണമേ. ആമേൻ. സമ്പൂർണമായി നൽകുന്നിത അലിവോടെ ഈ ജീവയാഗം തിരുബലിയായി മാറ്റിയിടണേ.
നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുമെന്ന്. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവേ, അങ്ങേ പുത്രന്റെ ധന്യമായ സ്വർഗാരോഹണത്തിനു വേണ്ടി പ്രാർത്ഥനാ നിരതരായി ഞങ്ങളിപ്പോൾ ബലിയർപ്പിക്കുന്നു. ഈ പരമപരിശുദ്ധ വിനിമയത്താൽ സ്വർഗത്തിലേക്ക് ഞങ്ങൾ ഉയർത്തപ്പെടുവാൻ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിരുന്നേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങനെപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും ജേതാവും മഹത്വത്തിൻ്റെ രാജാവുമായ കർത്താവായ യേശു മാലാഖമാർ വിസ്മയം പൂണ്ടു നിൽക്കവേ സ്വർഗത്തിൻ്റെ ഉന്നതിയിലേക്ക് ആരോഹണം ചെയ്തു. ദൈവസമക്ഷം മനുഷ്യരുടെ മധ്യസ്ഥനും ലോകത്തിൻ്റെ വിധിയാളനും സൈന്യങ്ങളുടെ കർത്താവുമായി അവിടുന്ന് എഴുന്നള്ളിയത് ഞങ്ങളുടെ എളിയ മനുഷ്യപ്രകൃതി ഉപേക്ഷിക്കുവാനല്ല, പിന്നെയും ഞങ്ങളുടെ ശിരസ്സും ഉറവിടവുമായ അവിടുന്ന് എത്തിച്ചേർന്നിടത്തേക്ക് അവിടുത്തെ അംഗങ്ങളായ ഞങ്ങളും ഒന്നു ചേരുമെന്ന് ഉറപ്പുവരുത്തുവാനാണല്ലോ. ആകയാൽ പെസഹ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂതലത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു. മാത്രമല്ല, ഉന്നത ശക്തികന്മാരും മാലാഖവൃന്ദങ്ങളും അവിരാമം സ്തുതിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിന്റെ ഗീതം ഒന്നു ചേർന്ന് ആലപിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സൈന്യങ്ങൾ തൻ കർത്താവാ ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും. ഹോസാന ധന്യനുമാ, ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്ത കർത്താവ് സ്വർഗം വിട്ടുകൊണ്ട് നമ്മോട് കൂടെയായിരിക്കുവാനായിട്ട് ഇറങ്ങി വരുന്ന ധന്യമായ നിമിഷം. ഈ അപ്പത്തിൻ്റെയും മീനിൻ്റെയും രൂപത്തിൽ അവൻ നമ്മോട് കൂടെയായിരിക്കുവാനായിട്ട്, നമ്മോടൊപ്പം നടക്കുവാനായിട്ട് അവിടുന്ന് ഇറങ്ങി വരുമ്പോൾ നമ്മളെ തന്നെ നമുക്ക് സജ്ജമാക്കാം. യുഗാന്ത്യം വരെ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കുമെന്ന് പറഞ്ഞവൻ നമ്മുടെ ഒപ്പം വെച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ബന്ധുമിത്രാദികളെ, നമ്മുടെ സഹോദരങ്ങളെ, ഈ ലോകം മുഴുവനെയും ഈ ബലിപീഠത്തിന്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് അവരെ ദൈവത്തിന്റെ സന്നദ്ധയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു രൂപാന്തരീകരണം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് നമുക്ക് പ്രാർത്ഥനാ നിർഭരരായിരിക്കാം. നമ്മുടെ എല്ലാ വികാര വിചാരങ്ങളും ദൈവസന്നിധിയിലേക്ക് ഉയർത്തിക്കൊണ്ട്
തെളിമ നിറഞ്ഞ മനസ്സോടെ പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്തോടെ ഈ പ്രാർത്ഥനയിൽ ഭക്തിയോടെ നമുക്ക് പങ്കുചേരാം. അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പ്രവർത്തനത്താലും അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായൊരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൂട്ടുന്നതിൽ നിന്ന് അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവേ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കുവാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന തിരുമുൾ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കുവാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങൂ, ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിന്റെ രഹസ്യം. ഞങ്ങളീ അപ്പം ഭക്ഷിക്കുകയും ഈ പാനപാത്രത്തിൽ നിന്നു കുടിക്കുകയും ചെയ്യുമ്പോഴെല്ലാം കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരന്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായി അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായി ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായ ഒരു കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങനെ അങ്ങേ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ അവകാശം ഞങ്ങൾക്ക് ലഭിക്കുവാൻ ഇടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട ഔസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും മഹിമയേറിയ രക്തസാക്ഷികളോടും എല്ലാ വിശുദ്ധരോടും അത് അങ്ങേ സന്നിധിയിലുള്ളവരുടെ നിരന്തര മധ്യസ്ഥാൻ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിന്റെ ഈ ബലി സർവലോകത്തിന്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേ ദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ വർഗീസ് മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടും അത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കനിയണമേ. അങ്ങേ തിരുമുമ്പിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായി കുടുംബത്തിന്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടരുളയണമേ.
കാരുണ്യവാനായ പിതാവേ, എല്ലായിടത്തും ചിതറിക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയടഞ്ഞ സഹോദരരെയും അങ്ങേ പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്ത് നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങേ രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങളായിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായ ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായ നിർഭയം നമുക്ക് ഏറ്റുപാടാം. സ്വർഗത്തിൽ വാഴും ഞങ്ങൾ തൻ താതാ, നിൻ നാമം പൂജിതമായിടേണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാരിലുമായിടേണം. അന്നു വേണ്ടുന്നു രാഹാരമിന്ന് ഞങ്ങൾക്കു നൽകുമാറായിടേണം. അന്യർത്തൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹവും നീ ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടേണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിന്റെ ആത്മനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാവുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു എന്നങ്ങേ അപ്പോസ്തലന്മാരോട് അരുളി ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയും അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൻ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന ഈ പ്രാർത്ഥന കേട്ടിരുളയണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുമെന്ന്. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇത് ദൈവത്തിന്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്നവൻ. ഈ ദിവ്യ കുഞ്ഞാടിനെ വിരുന്നിനായി ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ,
അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യയല്ല. അങ്ങൊരു വാക്ക് ചോദിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന് ചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടും ആരാധന ആരാധന. ഉള്ളൊന്നു തുറന്നാൽ ഉള്ളിൽ വസിക്കാൻ ആത്മവാതിലിൽ വന്നു മുട്ടുന്ന നേരം. ഉള്ളൊന്നു തുറന്നാൽ ഉള്ളിൽ വസിക്കാൻ ആത്മവാതിലിൽ വന്നു മുട്ടുന്ന നേരം. ആത്മഹർഷത്തോടെ എൻ പൊന്നീശോയെ ഞാൻ സ്വീകരിക്കാം. ആത്മഹർഷത്തോടെ എൻ പൊന്നീശോയെ ഞാൻ സ്വീകരിക്കാം. ആരാധനയുടെ പൊൻചിറകിൽ ആത്മാവിലലിഞ്ഞു ഞാൻ പറന്നുയരും. മാലാഖമാർ ചേർന്നു പാടും ഹല്ലേലൂയ ഹല്ലേലൂയ. ആത്മാവിൻ വേദിയിൽ അൾത്താര തീർക്കാൻ അൾത്താരയിലെന്നെ ബലിയായി നൽകാം. ആത്മാവിൻ വേദിയിൽ അൾത്താര തീർക്കാൻ അൾത്താരയിലെന്നെ ബലിയായി നൽകാം. ആ സ്നേഹബലി ഞാൻ പൂർത്തിയാക്കും നേരം നിൻ പൊൻകിരീടം ഞാൻ സ്വീകരിക്കാം. ആ സ്നേഹബലി ഞാൻ പൂർത്തിയാക്കും നേരം നിൻ പൊൻകിരീടം ഞാൻ സ്വീകരിക്കാം. എല്ലാ നേരവും സ്തുതി പാടും ആത്മാവിൽ വാഴുന്ന ഈശോയ്ക്ക്. അൾത്താരയിൽ വരും തിരുനാഥന് അപ്പമായി തീരുന്ന ഗുരുനാഥന്. കൊറോണ വൈറസ് ബാധയിൽ നിന്ന് സംരക്ഷണത്തിനായുള്ള പ്രാർത്ഥന.
രോഗികളെ സുഖപ്പെടുത്തുകയും ദുഃഖിതരെ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവേ, കൊറോണ വൈറസ് മൂലം രോഗബാധിതരായി കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെ തിരുമുമ്പിൽ സമർപ്പിക്കുന്നു. അവരെ ശുശ്രൂഷിക്കുന്ന ഡോക്ടർമാർ, നഴ്സുമാർ, ബന്ധുമിത്രാദികൾ എന്നിവരെയെല്ലാം രോഗബാധയിൽ നിന്ന് സംരക്ഷിക്കുകയും കാത്തുകൊള്ളുകയും ചെയ്യണമേ. രോഗികളോട് ശുശ്രൂഷ മനോഭാവത്തോടെയും ആത്മധൈര്യത്തോടെയും പെരുമാറുവാനുള്ള കൃപ അവർക്ക് നൽകണമേ. കൊറോണ വൈറസിനെ പ്രതിരോധിക്കുവാനുള്ള മാർഗങ്ങൾ കണ്ടെത്തുവാൻ രാഷ്ട്രത്തലവന്മാരെയും ഭരണാധികാരികളെയും ഡോക്ടർമാരെയും അങ്ങ് സഹായിക്കണമേ. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല എന്ന് ഘോഷിച്ച സങ്കീർത്തകനോട് ചേർന്ന് കുറച്ച് വിശ്വാസത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങളും അങ്ങനെ ആശ്രയിക്കുന്നു. ഞങ്ങൾ എളിയ പ്രാർത്ഥനകൾ സ്വീകരിച്ച് എല്ലാ വിപത്തുകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും വിശിഷ്യ കൊറോണ വൈറസ് ബാധയിൽ നിന്നും ഞങ്ങളെയും ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങയുടെ അനന്തമായ കാരുണ്യത്താൽ സംരക്ഷിക്കണമേ. ആമേൻ. വിശുദ്ധ സെബസ്ത്യാനോസേ വിശുദ്ധ കൊറോണയെ വിശുദ്ധ അമ്മ ത്രേസ്യയെ സകല വിശുദ്ധരുമേ പരിശുദ്ധ ദൈവമാതാവിനോടുള്ള വണക്കമാസം 24-ാം ദിവസം പരിശുദ്ധ കന്യക പ്രാരംഭ സഭയിൽ പ്രാർത്ഥന. മരിയാമ്പികയെ അവിടുന്ന് പ്രാരംഭ സഭയിൽ ജീവിച്ചുകൊണ്ട് സഭാംഗങ്ങൾക്ക് ധൈര്യവും ശക്തിയും പകർന്നു. ഇന്നും സഭയുടെ ഉത്കർഷത്തിലും വിജയത്തിലും അങ്ങ് തൽപരയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ഞങ്ങളും സഭാമാതാവിനെ സ്നേഹിക്കുവാനും അവളോടൊത്ത് ചിന്തിക്കുവാനും സഭയുടെ ആദർശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാനുള്ള അനുഗ്രഹങ്ങൾ നൽകണമേ. പ്രത്യേകിച്ച് ഇന്ന് വിവിധ രാജ്യങ്ങളിൽ സഭ മർദ്ദനത്തിന് വിധേയമായി കൊണ്ടിരിക്കുന്നു. നാദി പ്രസ്തുത രാജ്യങ്ങളിൽ തിരുസഭ വിജയം വരിച്ച് സഭാ സന്താനങ്ങൾ അങ്ങേക്കും അങ്ങേ തിരുക്കുമാരനും സംപ്രീതകരമായ ജീവിതം നയിക്കുന്നതിന് ആവശ്യമായ അനുഗ്രഹങ്ങൾ വർഷിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. എത്രയും ദയുള്ള മാതാവേ, നിന്റെ സഹായം അപേക്ഷിച്ചവരിൽ ഒരുവനെയും നീ ഉപേക്ഷിച്ചതായി കേൾക്കപ്പെട്ടില്ല എന്ന് നീ ഓർക്കണമേ. കന്യകളുടെ രാജ്ഞിയായ കന്യകേ, ദയുള്ള മാതാവേ, ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് അങ്ങേ തൃപ്പാദത്തിൽ ഞാൻ നയിക്കുന്നു. വിലപിച്ച കണ്ണുനീർ ചിന്തി പാപിയായ ഞാൻ നിന്റെ ദയാധിപത്തെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു. അവതരിച്ച വചനത്തിന്റെ മാതാവേ, എന്റെ അമ്മേ, എന്റെ അപേക്ഷ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളണമേ. ആമേൻ. ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ച ശുദ്ധമറിയമേ, പാപികളുടെ സങ്കേതമേ, ഇതാ നിന്റെ സങ്കേതത്തിൽ ഞങ്ങൾ തേടി വന്നിരിക്കുന്നു. ഞങ്ങളുടെ മേൽ അലിവായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി നിന്റെ തിരുക്കുമാരനോട് പ്രാർത്ഥിച്ചു കൊള്ളണമേ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങളുടെ നാമം പൂജിതമാണമേ. ഞങ്ങളുടെ രാജ്യം വരയണമേ. ഞങ്ങളുടെ തിരുമനസ്സർവ്വത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദരിദ്ര ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും നയിക്കും. ആമേൻ. പാപികളുടെ സങ്കേതമേ, പാപികളുടെ സങ്കേതമേ, തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, പാപികളുടെ സങ്കേതമേ, വിജാതിയർ മുതലായവർ
മനസ്സ് തിരിയുവാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, രാഷ്ട്രീയ അധികാരികൾ സത്യവും നീതിയും പാലിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, മാർപ്പാപ്പ മുതലായ തിരുസഭ അധികാരികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. പാപികളുടെ സങ്കേതമേ, അങ്ങേ പ്രിയപ്പെട്ട മക്കളായിരിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥീകർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ദൃത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. സുഹൃത ജപം. ക്ഷമയുടെ ദർപ്പണമായ ദൈവമാതാവേ, ക്ഷമയുടെ ദർപ്പണമായ ദൈവമാതാവേ, ജീവിതക്ലേശങ്ങൾ ക്ഷമാപൂർവം സഹിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്ഷമയുടെ ദർപ്പണമായ ദൈവമാതാവേ, ജീവിതക്ലേശങ്ങൾ ക്ഷമാപൂർവം സഹിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്ഷമയുടെ ദർപ്പണമായ ദൈവമാതാവേ, ജീവിതക്ലേശങ്ങൾ ക്ഷമാപൂർവം സഹിക്കുവാൻ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഇതാ യുഗാന്ത്യം വരെ എല്ലായ്പ്പോഴും ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, യുഗത്തിൽ സ്വർഗീയ രഹസ്യങ്ങൾ ആഘോഷിക്കുവാൻ നിയുക്തരായ അങ്ങ് അനുവദിക്കുന്നല്ലോ. ഞങ്ങളുടെ പ്രകൃതി അങ്ങയോടൊപ്പം ആയിരിക്കുന്നിടത്തേക്ക് ക്രിസ്തീയ ഭക്തിയുടെ ചൈതന്യം ഞങ്ങളെ നയിക്കുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, ആത്മാവോടും കൂടെ. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. ഈ ദിനം സ്വർഗത്തിന്റെ ഉന്നതങ്ങളിലേക്ക് പ്രവേശിക്കുകയും അവിടുന്ന് ആയിരിക്കുന്നിടത്തേക്ക് ചെന്നു ചേരുവാൻ കവാടം തുറന്നൊരുകയും ചെയ്ത തന്റെ ഏകജാതന്റെ പിതാവും സർവശക്തനുമായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ക്രിസ്തു തന്റെ ഉദ്ധാനത്തിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷ ദർശനമരുളിയ പോലെ വിധിയാളനായി വരുമ്പോൾ അവിടുന്ന് നിങ്ങളിൽ നിത്യകാലം സംപ്രീതനായി കാണപ്പെടുവാൻ ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുന്ന് തന്റെ പ്രതാപത്തിൽ പിതാവിനോടൊപ്പം എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്ന നിങ്ങൾ യുഗാന്ത്യം വരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കുമെന്ന അവിടുത്തെ വാഗ്ദാനം സന്തോഷപൂർവം അനുഭവിക്കുവാൻ പ്രാപ്തരാകുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവശക്തനായ ദൈവത്തിന്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. പോകുവിൻ. ദിവ്യപൂജ സമാപിച്ചു. അല്ലേലുയ, അല്ലേലുയ. ദൈവത്തിന് നന്ദി. അല്ലേലുയ, അല്ലേലുയ. നന്മ നേരും അമ്മ, വിണ്ണിൻ രാജകന്യ, ധന്യ സർവവന്യ, മേരി ലോക മാതാ, കണ്ണിലുണ്ണിയാകും ഉണ്ണിയേശു തന്റെ അമ്മയായ മേരി, മേരി ലോകമാതാ, മാതാവേ, മാതാവേ,
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാനുള്ള തമ്പുരാനെ, പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും